ആത്മീയ സ്വയം പര്യാപ്തത വാസ്തവത്തിൽ അപകടമാകുന്നു. ജീവിതത്തിൽ അനുതാപമില്ലാത്തതിൻ്റെ ലക്ഷണമാകുന്നു ഈ ആത്മീയ സ്വയം പര്യാപ്തത. അതുണ്ടോ എന്നൊന്ന് പരിശോധിക്കാം. എന്തെങ്കിലുമൊക്കെ വേദനയിലൂടെ അല്ലെങ്കിൽ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ അടുത്ത് പോകുവാനും അവരെ ആശ്വസിപ്പിക്കുവാനുമെല്ലാം നാം ശ്രദ്ധിക്കാറുണ്ട്. നല്ല കാര്യം. ഒരു സുഹൃത്തിൻ്റെ ഭാര്യ മരിച്ചു പോയതറിഞ്ഞ് ചില ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ പോയ ഒരു സുഹൃത്തിനെക്കുറിച്ച് ഞാൻ കേൾക്കുകയുണ്ടായി. അവർ തമ്മിൽ കണ്ടുമുട്ടി അല്പം കഴിഞ്ഞ് അവർ സംസാരത്തിൽ മുഴുകി. ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു എന്നും രോഗത്തിൻ്റെ വിവരണങ്ങളും അതിനുശേഷം മരണത്തിന് ശേഷം തൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ നഷ്ടത്തെക്കുറിച്ചും ഇനിയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളെക്കുറിച്ചുമൊക്കെ സുഹൃത്ത് വിവരിച്ചു കൊണ്ടിരുന്നു. ഇതൊന്നും വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാതെ സന്ദർശകനായി വന്ന ആൾ അങ്ങനെ അശ്രദ്ധനായിരുന്നു. അയാളുടെ അശ്രദ്ധ കണ്ട മറ്റേ സുഹൃത്ത് സംസാരം നിർത്തിയപ്പോൾ ഈ ആശ്വസിപ്പിക്കുവാൻ വന്ന സന്ദർശകൻ ചോദിച്ചു, പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? അനേകരും അങ്ങനെയാണ്. ചില സമയങ്ങളിൽ നാം ആശ്വസിപ്പിക്കുവാൻ പറയുന്ന വാക്കുകൾ നാം അറിയാതെ തന്നെ കേൾക്കുന്നവരുടെ വേദനകൾ വർദ്ധിപ്പിക്കാറുണ്ട്. പ്രാവർത്തികമല്ലാത്ത പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ദൈവവുമായി അടുത്ത് ചെല്ലുവാൻ കൊടുക്കുന്ന ഉപദേശങ്ങൾ എന്ന് നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്നതായി തോന്നാറുമുണ്ട്. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെടുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന വ്യക്തിയുടെ വേദന കൂടുന്നതായി മാത്രം അനുഭവപ്പെടുന്നു. ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഇവിടെ നമുക്ക് ആവശ്യം യഥാർത്ഥ ജ്ഞാനമാകുന്നു. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ അവനെ ആശ്വസിപ്പിക്കുവാൻ വന്നത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്തു എന്നാണ് ഇയ്യോബ് പറയുന്നത്. അവരുടെ വാക്കുകൾ ഇയ്യോബിനെ കീറി മുറിച്ചു. അവൻ്റെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളെല്ലാം ദൈവത്തെ മറന്ന് ജീവിച്ചതിനാലാണ് എന്നവർ സ്ഥാപിച്ചു, അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം പ്രതിസന്ധികളെല്ലാം ദൈവശിക്ഷയാകുന്നു എന്നൊരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുവാൻ നാം അവരെ നിർബന്ധിച്ചാൽ അതവരെ ശിക്ഷിക്കുകയല്ലല്ലോ, അവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. സാഹചര്യങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് ആവശ്യം യഥാർത്ഥ ജ്ഞാനമാകുന്നു. ആ ജ്ഞാനം എന്താകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നാം ഇയ്യോബിൻ്റെ പുസ്തകം 27-ഉം 28-ഉം അധ്യായങ്ങളാണ് ഒരുമിച്ച് പഠിക്കുന്നത്. ആ ഭാഗം എടുത്താട്ട് ഇയ്യോബിൻ്റെ പുസ്തകം 27-ാം അധ്യായം. ഇയ്യോബ് ദുഷ്ടന്മാരെ കുറ്റം വിധിക്കുന്നതാണ് 27-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 26-ാം അധ്യായം വരെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞിരുന്നല്ലോ. ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ ചില അടിസ്ഥാന വിഷയങ്ങളിലേക്കാണ് യഥാർത്ഥത്തിൽ നാം ഇപ്പോൾ കടന്നു വരുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം നാം യഥാർത്ഥത്തിൽ ആയിരിക്കുന്നിടത്ത് എത്തുന്നു. അതെ, നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ. ഇയ്യോബ് കടന്നുപോയ കഷ്ടങ്ങൾക്ക് കീഴിൽ അവന് പഠിക്കുവാനായി ഒരു വലിയ പാഠമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ പ്രധാന പാഠം എന്തുകൊണ്ട് വിശ്വാസികൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ളതല്ല എന്ന്. കഷ്ടത എന്നുള്ളതല്ല ഈ പുസ്തകത്തിലെ പ്രധാന ചിന്ത. അത് നമ്മളൊക്കെ ചിന്തിച്ചെടുത്ത ഒരു പാഠമാണ്. ഇതിൻ്റെ എല്ലാം പിൻപിൽ അനുതാപം എന്ന വലിയ പഠിപ്പീര്, അതെ, ഒരു ദൈവ പൈതലിലെ മാനസാന്തരം, ഏറ്റുപറച്ചിൽ, അനുതാപം. ഒരു പാപി ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ അവൻ പാപം ഏറ്റുപറയേണ്ടതുണ്ടോ? ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണിയോട് പൗലോസ് പറഞ്ഞത് അപ്പോസ്തലൻ പൗലോസിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന് 31-ാം വാക്യത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നത്രേ. പൗലോസ് പാപം ഏറ്റുപറയുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചതേ ഇല്ല. എന്നാൽ വിശ്വസിക്കുക എന്ന
വാക്കിൽ പാപം ഏറ്റുപറയുന്നത് അടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു പാപി വിശ്വാസത്താൽ യേശുക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ അവൻ പാപത്തിൽ നിന്നും തിരിഞ്ഞു വരികയാണ്. പാപത്തിൽ നിന്നും തിരിയുന്നതാണല്ലോ മാനസാന്തരം. ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണിയുടെ കാര്യത്തിൽ അവൻ തിരിഞ്ഞത് ഒരുപക്ഷെ വിഗ്രഹാരാധനയിൽ നിന്നുമായിരുന്നിരിക്കും. അതായിരുന്നിരിക്കും അവൻ്റെ മാനസാന്തരം. ക്രിസ്തുവിങ്കിലേക്ക് തിരിയുക എന്നുള്ളതാണ് പ്രധാന കാര്യം. ഇന്ന് അനേകം ദൈവമക്കളും ഒട്ടനേകം നഷ്ടപ്പെട്ട പാപികളും സ്വയം പര്യാപ്തമായ ഒരു മനോഭാവത്തിലാണ് കഴിഞ്ഞുകൂടുന്നത്. സ്വയം പര്യാപ്തമായ ഒരു സ്ഥിതിയിലാണെന്ന് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും മാനസാന്തരപ്പെടേണ്ടതുണ്ട് എന്ന് ഇയ്യോബിൻ്റെ പുസ്തകം വെളിപ്പെടുത്തുന്നു. ഇതത്ര ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ വലിയ പാഠം. ഇനി നമുക്ക് 27-ാം അധ്യായത്തിലേക്ക് വരാം. ഞാൻ അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ വായിക്കട്ടെ. ഇയ്യോബ് തൻ്റെ സുഭാഷിതം തുടർന്ന് ചൊല്ലിയതെന്തെന്നാൽ, എൻ്റെ ന്യായം നീക്കിക്കളഞ്ഞ ദൈവത്താണ്, എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണ്. എൻ്റെ പ്രാണൻ മുഴുവനും എന്നിലും ദൈവത്തിൻ്റെ ശ്വാസം എൻ്റെ മൂക്കിലുമുണ്ടല്ലോ. എൻ്റെ അധരം നീതികേട് സംസാരിക്കുകയില്ല, എൻ്റെ നാവ് വ്യാജം ഉച്ചരിക്കുകയുമില്ല. തന്നെ തൻ്റെ സ്നേഹിതന്മാർ ഇതുവരെ കീഴ്പ്പെടുത്തിയിട്ടില്ല എന്നും താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണെന്നും ഇയ്യോബ് വ്യക്തമാക്കുന്നു. സോഫർ ഈ പ്രാവശ്യം മറുപടി പറഞ്ഞില്ല. അതുകൊണ്ട് ഇയ്യോബ് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ പറയുന്നത്, എനിക്കെതിരെ നിങ്ങൾ മൂവരും കൊണ്ടുവന്ന ആരോപണങ്ങളെ ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരികയില്ല. മറിച്ച് അവൻ പറയുന്നത് 5-ാം വാക്യത്തിൽ, നിങ്ങളുടെ വാദം ഞാൻ ഒരു നാളും സമ്മതിക്കുകയില്ല, മരിക്കുവോളം എൻ്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കുകയുമില്ല. അതെ, അവനൊരൽപ്പം കടുംപിടുത്തക്കാരനാകുന്നെന്ന് തോന്നുന്നു, ഇല്ലേ? അവൻ്റെ സ്നേഹിതന്മാർക്ക് ചെയ്യുവാൻ സാധിച്ചത് അവനെ കൂടുതൽ സ്വയസംരക്ഷയ്ക്കു വേണ്ടി വാദിക്കുവാൻ ഒരുക്കുക മാത്രമാണ്. തന്നെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുക വഴി ആത്മാവിൽ തകർച്ചയൊന്നും കാണുന്നില്ല, മാനസികമായി താഴ്മയൊന്നുമില്ല. ഇയ്യോബിന്റെ വാദം കേട്ടാൽ തോന്നും ദൈവം അനീതിക്കാരനാകുന്നെന്ന്. അതേസമയം ഇയ്യോബ് തികച്ചും ശരിയുമാകുന്നെന്ന്. അവൻ പറയുന്നത്, മരിക്കുവോളം എൻ്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കുകയുമില്ല എന്നാണ്. 6-ാം വാക്യത്തിൽ, എൻ്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു, എൻ്റെ ഹൃദയം എൻ്റെ നാളുകളിൽ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല. അവനെ ശ്രദ്ധിക്കൂ. ഈ സ്നേഹിതർ അവനെ തൻ്റെ തെറ്റ് മനസ്സിലാക്കി അനുദപിക്കുന്നതിലേക്ക് നയിച്ചില്ല എന്ന് വ്യക്തമാണ്. അവരുടെ വാക്കുകൾ അവനെ കൂടുതൽ എതിർത്ത് സംസാരിക്കുവാൻ പ്രേരിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഇയ്യോബ് തന്നെ ന്യായീകരിക്കുകയാണ്. ദൈവം ഈ രംഗത്തില്ല എന്ന വസ്തുത കാണൂ. ഇയ്യോബ് വാസ്തവത്തിൽ തന്നെ മണ്ടനാക്കുകയാണ്. കാരണം ഈ പറഞ്ഞതെല്ലാം അവസാനിക്കുന്നതിനു മുൻപ് ഇയ്യോബ് ദൈവം മുൻപാകെ പൊടിയിലും വെണ്ണീരിലും കിടക്കുന്നത് നാം കാണുവാൻ പോകുകയാണ്. ഇതിലെല്ലാം നമുക്ക് പഠിക്കുവാൻ ഒരു പാഠമുണ്ട്. ഇയ്യോബിൻ്റെ സ്നേഹിതർ ഇയ്യോബിനോട് പറഞ്ഞതിൽ അനേകം കാര്യങ്ങളും സത്യമാണെന്ന് എനിക്ക് സമ്മതിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ സ്നേഹിതന്മാരുടെ ഉദ്ദേശശുദ്ധിയിലും എനിക്ക് സംശയമൊന്നുമില്ല. സത്യമായ കാര്യങ്ങൾ ഈ സ്നേഹിതർ പറഞ്ഞതിനാലും അവരിൽ സത്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അവർ സ്വന്തം അനുഭവം എന്ന് തോന്നിയതിനെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും നിയമവാദത്തെക്കുറിച്ചുമൊക്കെ വാദോരാതെ സംസാരിച്ചു. എന്നാൽ അവർ ഇയ്യോബിനോട് സത്യം എന്തെന്ന് പറഞ്ഞില്ല. ആ കാര്യത്തിൽ പരാജയപ്പെട്ടതിനാൽ അവർ ആ മനുഷ്യന്റെ അഹംബോധത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. മനസ്സിലായല്ലോ? ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം എറിയുന്ന കല്ല് ശരിയായ സ്ഥാനത്ത് കൊണ്ടില്ല എങ്കിൽ അത് തെറ്റായ സ്ഥാനത്ത് കൊള്ളും എന്നത് തീർച്ചയാണ്. ദൈവവചനം അറിയിക്കുന്നവർ തങ്ങളുടെ ലക്ഷ്യം ആദ്യം ശരിയായി മനസ്സിലാക്കിയിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമായതിനാൽ ഞാൻ വീണ്ടും പറയട്ടെ, ഇയ്യോബിൻ്റെ സ്നേഹിതർ ചിന്തിച്ചത് ഇയ്യോബ് ഏതോ മാരകമായ പാപം ചെയ്തതിനാലാണ് ഇങ്ങനൊക്കെ സംഭവിച്ചത് എന്നത്രേ. അതുകൊണ്ട് തന്നെ അവർ അവൻ്റെ പാപം പുറത്തു കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലായിരുന്നു. അതേസമയം ഇയ്യോബ് ഏതോ വലിയ പാപം ചെയ്തിട്ട് അത് രഹസ്യമായി സൂക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ സ്നേഹിതർ പറയുന്നത് തെറ്റാകുന്നു എന്ന് ഇയ്യോബിന് അറിയാമായിരുന്നു. അവർ തെറ്റായിരുന്നതിനാൽ ഇയ്യോബ് ഊഹിച്ചു താൻ ശരിയാകുന്നു എന്ന്. അവിടെയാണ് ഇയ്യോബിന് തെറ്റുപറ്റിയത്. അവൻ്റെ സ്നേഹിതർ തെറ്റാകുന്നു എന്ന വസ്തുത ഒരിക്കലും ഇയ്യോബിനെ ശരിയാക്കിയില്ല. അവർ ആരോപിക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതിനാൽ ഞാൻ ശരിയാകണമെന്നില്ല. അവർ തെറ്റായ വശത്തു നിന്നുമായിരിക്കും കാണുന്നത്. ഇയ്യോബ് ദൈവസന്നിധിയിൽ നിന്ന് വേണമായിരുന്നു തന്നെ കാണേണ്ടത്. അങ്ങനെ നിൽക്കുമ്പോൾ അവനൊരു ആത്മതകർച്ച അനുഭവപ്പെടും. ഇന്ന് അനേകരും നീതിമാന്മാരായിരിക്കുന്നത് തങ്ങളുടെ തെറ്റാരും ചൂണ്ടിക്കാണിച്ചില്ല എന്നതിനാലാണ്. ഞാൻ വീണ്ടും പറയട്ടെ, ഇന്ന് അനേകരും നീതിമാന്മാരായിരിക്കുന്നത് തങ്ങളുടെ തെറ്റ് ആരും ചൂണ്ടിക്കാണിച്ചില്ല എന്നതിനാലാണ്.
ദൈവസന്നിധിയിൽ ചെന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം നമ്മെ കാണുമ്പോൾ മാത്രമേ ദൈവം നമ്മെക്കുറിച്ച് മനസ്സിലാക്കുന്നത് കാണുവാനും നാം ആയിത്തീരേണ്ടതുപോലെ ആകുവാനും നമുക്ക് കഴിയൂ. ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ കഷ്ടം വരുന്നതിൻ്റെ കാരണം നമ്മെ ദൈവം മുൻപാകെ ആത്മത്തകർച്ചയോടെ നിർത്തേണ്ടതിനാണ്. ഈ യാഥാർത്ഥ്യം പെട്ടെന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് അത്രയും നല്ലതാണ്. മനസ്സിലായല്ലോ? ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ കഷ്ടം വരുന്നതിൻ്റെ കാരണം തന്നെ ആ വ്യക്തിയെ ദൈവം മുൻപാകെ ആത്മത്തകർച്ചയോടെ നിർത്തേണ്ടതിനാണ്. പലരും കഷ്ടങ്ങളുടെ മധ്യത്തിൽ കഠിന ഹൃദയരാകുകയാണ് പതിവ്. അതിൻ്റെ ബാഹ്യ കാരണങ്ങൾ ചികഞ്ഞ് സമയം കളയാതെ സ്വന്തം ജീവിതത്തിൽ അന്വേഷിക്കുക. ആരോ പറഞ്ഞു, കഷ്ടം സൂര്യനെ പോലെ ആകുന്നെന്ന്. സൂര്യൻ്റെ ചൂട് മെഴുകിന്മേൽ അടിക്കുമ്പോൾ മെഴുകുരുകും. അതേ സൂര്യൻ മണ്ണ് കുഴച്ചു വെച്ചിരിക്കുന്നതിന്മേൽ പ്രകാശിക്കുമ്പോൾ അതിനെ കട്ടിയുള്ളതാക്കുന്നു. അതുപോലെയാണ് കഷ്ടം വിവിധ ആളുകളെ ബാധിക്കുന്നത്. ചിലർ തകർന്ന ഹൃദയത്തോടെ പ്രതികരിക്കും. അവർ ദൈവസന്നിധിയിൽ അങ്ങനെ ഉരുകുന്നത് കാണാം. ഇയ്യോബ് ഇതുവരെ ആ സ്ഥാനത്തെത്തിയിട്ടില്ല. അവനിപ്പോൾ കഠിന ഹൃദയത്തോടെ നിൽക്കുകയാണ്. സ്വന്തം പരമാർത്ഥതയിൽ ഇരുമ്പുപോലെ കഠിനപ്പെട്ട അവസ്ഥ. കഷ്ടങ്ങൾ ഒന്നുകിൽ നമ്മെ കൊണ്ട് കൂടുതൽ പാപം ചെയ്യിക്കും, അല്ലാത്ത പക്ഷം വിശ്വാസത്തിൽ കൂടുതൽ ഉറയ്ക്കുവാൻ നമ്മെ സഹായിക്കും. എൻ്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ നാളുകളിൽ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല എന്ന് നാം വായിച്ചല്ലോ. ഇന്ന് സഭകളിൽ കാണുന്ന ഒട്ടനേകം ആളുകളുടെയും അവസ്ഥയും നിലപാടും ഇതത്രേ. അവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ തോന്നുന്നു എന്നതാണ് വിചിത്രം. രക്ഷാനിർണയം എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നത് അതിമഹത്തായ ഒരു കാര്യമത്രേ. എന്നാൽ എൻ്റെ സുഹൃത്തെ, താങ്കളിൽ ഒരു വലിയ അഹംബോധം മാത്രമിരിക്കെ അത് രക്ഷാനിർണയമാകുന്നെന്ന് ചിന്തിച്ച് കല്ലുപോലെ കഠിനനായ ഒരു പാപിയായി താങ്കൾക്ക് തുടരാവുന്നതാണ്. തങ്ങളുടെ മാനദണ്ഡം അനുസരിച്ച് വലിയ പാപം എന്ന് സമൂഹം പറയുന്ന ചിലതൊക്കെ പരസ്യമായി ചെയ്യാതിരുന്ന് ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യമുണ്ടെന്ന് തോന്നത്തക്ക ചിലതൊക്കെ ചെയ്തു മുൻപോട്ട് പോകുന്നതാണ് രക്ഷയുടെ അനുഭവം എന്ന് പലരും ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് എത്രയെത്ര അബദ്ധങ്ങളിൽ മനുഷ്യരെ ചാടിക്കുന്നു എന്നറിയാമോ? ഇയ്യോബിൻ്റെ ഈ പ്രസ്താവന വളരെ സൂക്ഷിക്കേണ്ടതാണ്. തൻ്റെ നിലയെ ദൈവസന്നിധിയിൽ നിന്ന് പരിശോധിക്കേണ്ടതിന് പകരം അവൻ സ്വയനീതീകരണത്തിന് ശ്രമിക്കുകയാണ്. ഈ പറയുന്ന രക്ഷ നിങ്ങൾ സ്വന്തമാക്കി എന്ന് അന്ധമായി വിശ്വസിച്ച് കഴിയാവുന്നതാണ്. താൻ അത് നേടിയെടുത്തു എന്ന് ഇയ്യോബ് ചിന്തിച്ചു. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് അവൻ ഉടനെ തന്നെ മനസ്സിലാക്കുന്നതാണ്. 7-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നത്, എൻ്റെ ശത്രു ദുഷ്ടനെ പോലെയും എൻ്റെ എതിരാളി നീതികെട്ടവനെ പോലെയും ആകട്ടെ. താൻ പറയുന്നതിനോട് യോജിക്കാത്ത സകലരെയും ഇയ്യോബ് മറുവശത്തിടുകയാണ്. അവർ അവൻ്റെ ശത്രുക്കളാണ്. അവർ ദുഷ്ടന്മാരും അനീതിക്കാരുമാണ്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും വളരെ അപകടകരമായ ഒരു നിലപാടാകുന്നു അത്. നമ്മുടെ ജീവിതത്തിൽ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാകുന്നു അത്. തുടർന്ന് ഇയ്യോബ് ദുഷ്ടന്മാരെക്കുറിച്ച് സംസാരിക്കുവാൻ പോകുകയാണ്. അവർക്ക് എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് അവൻ സംസാരിക്കുന്നു. ഇയ്യോബ് ഇപ്പോൾ ഒരു ചെറിയ പ്രസംഗം നൽകുന്നതാണ്. തൻ്റെ സകല കഷ്ടങ്ങളുടെയും മധ്യത്തിൽ ഈ മനുഷ്യൻ ദുഷ്ടന്മാരെക്കുറിച്ചൊരു വലിയ പ്രസംഗം നടത്തുവാൻ പോകുകയാണ്. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ, ദൈവം വഷളനെ ഛേദിച്ച് അവൻ്റെ പ്രാണനെ എടുത്തു കളഞ്ഞാൽ അവൻ എന്ത് പ്രത്യാശ ശേഷിപ്പുള്ളൂ? അവന് കഷ്ടത വരുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി കേൾക്കുമോ? അവൻ സർവശക്തനിൽ ആനന്ദിക്കുമോ? എല്ലാ കാലത്തും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? ദൈവത്തിൻ്റെ കയ്യെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഉപദേശിക്കും. സർവശക്തൻ്റെ അന്തരം ഞാൻ മറച്ചു വെക്കുകയില്ല. ഇയ്യോബ് പറയുന്നത് ദുഷ്ടന്മാർ അഭിവൃദ്ധിപ്പെട്ടു എന്ന് വന്നേക്കാം, എന്നാൽ ദൈവം ഒടുവിൽ അവരെ ന്യായം വിധിക്കുമെന്നാണ്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. മുതൽ നാം വായിക്കുമ്പോൾ, സമ്പത്ത് യാതൊരു വ്യത്യാസവും വരുത്തുകയില്ല. ഒരു മനുഷ്യൻ ദുഷ്ടനാകുന്നെങ്കിൽ ഊതിക്കെടുത്തിയ വിളക്ക് പോലെ അവൻ്റെ ജീവിതം അണയും. ജനാലയിലൂടെ അടിച്ചു കയറിയ കാറ്റിനാൽ അണഞ്ഞുപോയ മെഴുകുതിരി പോലെ ഒരു സമയം വരും അന്ന് എന്നാണ് അവൻ പറയുന്നത്. 23-ാം വാക്യത്തിൽ, മനുഷ്യർ അവൻ്റെ നേരെ കൈകൊട്ടും,
അവൻ്റെ സ്ഥലത്തു നിന്ന് അവനെ വിരട്ടി പുറത്താക്കും. ചുരുങ്ങിയ കാലം കൊണ്ട് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ പല ദുഷ്ടന്മാരെയും നാം ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. അവരെ ലോകം മുഴുവൻ വണങ്ങി. എന്നാൽ വന്നതുപോലെ തന്നെ അവർ നശിച്ചു. ദുഷ്ടൻ ശിക്ഷിക്കപ്പെടും. അവരുടെ ദുഷ്ടതയ്ക്കും അവർക്കുണ്ടെന്ന് നാം കരുതുന്ന മഹത്വത്തിനും ഒരു അവസാനമുണ്ടാകും. എന്നാൽ ഈ പറഞ്ഞതൊന്നും ഇയ്യോബിൻ്റെ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. ഇയ്യോബ് ഇപ്പോഴും നിറയെ വാചകങ്ങളാണ്. അവൻ വായടക്കിയിട്ടില്ല. സൃഷ്ടിപ്പിനെക്കുറിച്ച് നമുക്ക് എവിടെയും കാണുവാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു കവിതയാൽ ഇയ്യോബ് തൻ്റെ സംവാദം തുടരുന്നതായി 28-ാം അധ്യായത്തിൽ നാം കാണുന്നു. ഇത് ഒരു പദ്യമായി നമുക്ക് തോന്നിയെന്ന് വരില്ല. എന്നാൽ ഇത് എബ്രായ കവിതയാണ്. ഇത് മനോഹരമാണ്. തികച്ചും ആശ്ചര്യകരമായ കാര്യങ്ങളാണ് ഇയ്യോബ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുന്നതിനുള്ള കാരണം എന്തെന്ന് തങ്ങൾക്കറിയാമെന്ന വിധത്തിൽ സംസാരിക്കുന്ന സ്നേഹിതരുടെ വാക്കുകളെ നിസ്സാരമാക്കത്തക്ക വിധത്തിൽ ഇയ്യോബ് പറയുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം മുഴുവനായി ഗ്രഹിപ്പാൻ മനുഷ്യർ അപ്രാപ്തരാകുന്നു എന്നത്രേ. 28-ാം അധ്യായം ജ്ഞാനത്തിൻ്റെ അതിമഹത്തായ ഒരു കവിതയാകുന്നു. ഞാൻ അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. വെള്ളിക്കൊരു ഉത്ഭവസ്ഥാനവും പൊന്നൂതിക്കഴിപ്പാൻ ഒരു സ്ഥലവുമുണ്ട്. ഇരുമ്പ് മണ്ണിൽ നിന്നെടുക്കുന്നു, കല്ലുരുക്കി ചെമ്പെടുക്കുന്നു. മനുഷ്യൻ അന്ധകാരത്തിന് ഒരതിർ വെക്കുന്നു. കൂരിരുളിലെയും അന്ധതമസിലെയും കല്ലിനെ അങ്ങേയറ്റം വരെ ശോധന ചെയ്യുന്നു. ദൈവം വെള്ളിയും പൊന്നും ഇരുമ്പും വിലയേറിയ കല്ലുമൊക്കെ ഭൂമിയിലിട്ടു. ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കുക പ്രയാസമാണ്. നാം ജീവിക്കുന്ന ഈ പഴയ ഭൂമിയിലുള്ള സമ്പത്തിൻ്റെ വലിപ്പം മനുഷ്യർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത്. ഈ അധ്യായം അത് വ്യക്തമായി പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത വിലയേറിയ കല്ലുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആയത് ഡയമണ്ടിനേക്കാളും വജ്രത്തെക്കാളും വിലപിടിപ്പുള്ളതും ആയിരിക്കും. 4-5 വാക്യങ്ങളിൽ പാർപ്പുള്ളയിടത്ത് നിന്ന് ദൂരെ അവർ കുഴി കുത്തുന്നു. കടന്നു പോകുന്ന കാലിന് അവർ മറന്നുപോയവർ തന്നെ. മനുഷ്യർക്ക് അകലെ അവർ തൂങ്ങിയാടുന്നു. ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു. അതിൻ്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. നോക്കണേ, ഭൂമി വിലയേറിയ കല്ലുകൾ മാത്രമല്ല നൽകുന്നത്. പിന്നെയോ ഇത് നമുക്ക് ഭക്ഷിപ്പാൻ ആവശ്യമായ ധാന്യങ്ങളും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും നൽകിത്തരുന്നു. 6 മുതലുള്ള വാക്യങ്ങൾ. അതിലെ പാറകൾ നീലരത്നത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനം. കനകപ്പൊടിയും അതിലുണ്ട്. അതിൻ്റെ പാത കഴുകൻ അറിയുന്നില്ല. പരുന്തിൻ്റെ കണ്ണ് അതിനെ കണ്ടിട്ടില്ല. പുളച്ച കാട്ടുമൃഗങ്ങൾ അതിൽ ചവിട്ടിട്ടില്ല. ഘോരസിംഹം അതിലെ നടന്നിട്ടുമില്ല. ഭൂമിക്കും അതിലെ പർവ്വതങ്ങൾക്കും മുകളിലൂടെ പക്ഷികൾ പറക്കുന്നു. ആർക്കും അറിയുവാൻ പാടില്ലാത്ത അമൂല്യനിധികൾ ഭൂമിക്കുള്ളിലുണ്ട്. അത് ഇന്നും തൊട്ടിട്ടില്ലാത്തവ തന്നെയാണ്. 9-ാം വാക്യം. അവർ തീക്കൽ പാറയിലേക്ക് കൈനീട്ടുന്നു. പർവ്വതങ്ങളെ അവർ വേരോടെ മറിച്ചു കളയുന്നു. ഭൂകമ്പത്തെ തൻ്റെ ഉദ്ദേശത്തിനായി ഉപയോഗിക്കുവാൻ ദൈവത്തിനറിയാം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത സമ്പത്ത് വെളിച്ചത്ത് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. അവൻ സകലത്തെയും നിയന്ത്രിക്കുന്നു. 10 മുതലുള്ള വാക്യങ്ങൾ. അവർ പാറകളുടെ ഇടയിൽ കൂടി നടകളെ വെട്ടുന്നു. അവരുടെ കണ്ണ് വിലയേറിയ വസ്തുക്കളെയൊക്കെയും കാണും. അവർ നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം അടച്ചു നിർത്തുന്നു. ഗുപ്തമായിരിക്കുന്നത് അവർ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. ഭൂമിയിലെ ധാതുക്കളെക്കുറിച്ചും വിലയേറിയ കല്ലുകളെക്കുറിച്ചും ഇയ്യോബ് പറയുകയായിരുന്നു. എന്നാൽ ഈ പറഞ്ഞതിനേക്കാളൊക്കെ വിലപിടിപ്പുള്ള കാര്യങ്ങളുണ്ട്. ജ്ഞാനവും വിവേകവും. ദൈവം ഭൂമിയിൽ ഈ ധാതുക്കളൊക്കെ ഇട്ടിരിക്കുന്നു എന്ന് ഇയ്യോബിനറിയാം. എന്നാൽ ആ വിലപ്പെട്ട സംഗതിയാകുന്ന ജ്ഞാനത്തിൻ്റെ ഉറവിടം എവിടെയാകുന്നു? 12-ാം വാക്യം. എന്നാൽ ജ്ഞാനം എവിടെ കണ്ടുകിട്ടും? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? അതിൻ്റെ വില മനുഷ്യൻ അറിയുന്നില്ല. ജീവനുള്ളവരുടെ ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല. നാം വായിക്കുന്നത് 14-ാം വാക്യത്തിൽ. അത് എന്നിൽ ഇല്ല എന്ന് ആഴി പറയുന്നു. അതെൻ്റെ പക്കലില്ല എന്ന് സമുദ്രവും പറയുന്നു. തൻ്റെ സ്നേഹിതർ ജ്ഞാനത്തെ കണ്ടെത്തിയില്ല എന്ന് ഇയ്യോബ് പറയുന്നു. അതാണ് ഇവിടെ നാം വായിക്കുന്നത്. ഈ ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സമുദ്രത്തിൻ്റെ അടി മുഴുവൻ തപ്പുന്നതിനാലും ശൂന്യാകാശം മുഴുവൻ പരതുന്നതിനാലും ഭൂമിയുടെ ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന യഥാർത്ഥ ജ്ഞാനവും അറിവും പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കും. അവിടെങ്ങും അത് കണ്ടെത്തുവാൻ മനുഷ്യന് സാധിക്കില്ല. ഇതെങ്ങനെ ഉണ്ടായി എന്നോ ആര് ഉണ്ടാക്കിയെന്നോ പഠിക്കുവാൻ മനുഷ്യന് സാധിക്കില്ല. അതിനാവശ്യമായത് മറ്റൊരു ജ്ഞാനമാണ്. 15-ാം വാക്യം.
തങ്കം കൊടുത്താൽ അത് കിട്ടുന്നതല്ല. അതിൻ്റെ വിലയായി വെള്ളി തൂക്കിക്കൊടുക്കുമാറുമില്ല. ചന്ദ്രനിൽ നിന്നും പാറക്കഷ്ണങ്ങൾ കൊണ്ടുവരുവാനായി മനുഷ്യൻ കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിക്കുന്നു. ഈ പാറയ്ക്ക് എന്തു വിലയാണെന്ന് ഓർക്കണേ. എന്നാൽ മനുഷ്യൻ അറിയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത് മനുഷ്യനോട് പറയുന്നില്ല. 16 മുതലുള്ള വാക്യങ്ങൾ: ഓഫീർ പൊന്നോ വിലയേറിയ ഗോമേതകമോ നീലരത്നമോ ഒന്നും അതിന് ഈടാകുന്നതല്ല. സ്വർണവും സ്ഫടികവും അതിനോടൊക്കുന്നില്ല. തങ്കം കൊണ്ടുള്ള പണ്ടങ്ങൾക്ക് അതിനെ മാറിക്കൊടുപ്പാറില്ല. പവിഴത്തിൻ്റെയും പളുങ്കിൻ്റെയും പേർ മിണ്ടുകേ വേണ്ട. ജ്ഞാനത്തിൻ്റെ വില മുത്തുകളിലും കവിഞ്ഞതല്ലോ. മനുഷ്യൻ്റെ അറിവിനപ്പുറമുള്ള ഒരു ജ്ഞാനമാണ് ഇയ്യോബ് തൻ്റെ സ്നേഹിതരിൽ നിന്നും പ്രതീക്ഷിച്ചത്. 19 വാക്യം: കൂശിലെ പുഷ്പരാഗം അതിനോട് ഒക്കുന്നില്ല. തങ്കം കൊണ്ട് അതിൻ്റെ വില മതിക്കാകുന്നതല്ല. അതെ, ഈ പറഞ്ഞതൊന്നും അതിനോട് വിലമതിക്കാവുന്നതല്ല. 20 മുതലുള്ള വാക്യങ്ങൾ: പിന്നെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? അത് സകല ജീവികളുടെയും കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു. ആകാശത്തിലെ പക്ഷികൾക്കത് ഗുപ്തമായിരിക്കുന്നു. തങ്ങളുടെ ചെവി കൊണ്ട് അതിൻ്റെ കേൾവി കേട്ടിട്ടുണ്ട് എന്ന് നരകവും മരണവും പറയുന്നു. നാം അതേക്കുറിച്ച് കേട്ടിട്ടുണ്ട്. മരണം പോലും നമ്മോട് ചിലത് പറയണം. മറുവശത്ത് ഏതോ ഉണ്ട് എന്നും നമുക്കറിയുവാൻ പാടില്ലാത്ത എന്തോ ഉണ്ട് എന്നും അത് നമ്മോട് പറയണം. മനുഷ്യർ അങ്ങനെ മരണവാതിലിലൂടെ അകത്ത് കടക്കുന്നു. അവിടെ നിന്നും യാതൊരു വാർത്തയും നമുക്ക് നൽകുവാൻ അവർക്ക് കഴിയുന്നില്ല. ഞാൻ അങ്ങ് ചെന്നിട്ടെല്ലാം അറിയിക്കാമെന്ന് പറഞ്ഞു പോയവർ അനേകരുണ്ട്. എന്നാൽ പോയതിന് ശേഷം യാതൊരു വിവരവുമില്ല. അവിടെ നിന്നും അങ്ങനൊരു ആശയവിനിമയം ഒന്നും ലഭിക്കുകയില്ല. അത് നമ്മോട് പറയുന്നത് നമുക്കിന്ന് അറിയുവാൻ പാടില്ലാത്ത പലതുമുണ്ട് എന്നത്രേ. വളരെ രസകരമായ കാര്യങ്ങൾ തുടർന്ന് അവൻ പറയുന്നു. 26 വാക്യമാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത്. അവൻ മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിന് ഒരു വഴിയും ഉണ്ടാക്കിയപ്പോൾ. അനേകം വർഷങ്ങളായി വിമർശകർ പറയാറുണ്ടായിരുന്നത് ഇതൊരു തെറ്റായ പ്രസ്താവനയാകുന്നു എന്നാണ്. അതായത്, ഇടിയുടെ ശബ്ദം കേൾക്കുന്നതിനു മുൻപ് മിന്നൽ നാം കാണുന്നു. എന്നാൽ പ്രകാശ തരംഗങ്ങൾ ശബ്ദ തരംഗങ്ങളെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അവർ സമ്മതിച്ചു ഈ മിന്നൽ ഇടി മൂലം ഉണ്ടാകുന്ന ഒന്നാകുന്നു എന്ന്. ഇടിയുടെ ഫലമായി ഉണ്ടാകുന്നതാണ് മിന്നലെന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ അറിഞ്ഞിരുന്നു എന്നത് എത്ര ആശ്ചര്യകരമാകുന്നു. അങ്ങനെ ഇയ്യോബ് ഉപസംഹാരത്തിലേക്ക് വരുന്നു. 28 വാക്യം: കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷമകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്തു. അതെ, ജ്ഞാനത്തെക്കുറിച്ചുള്ള എത്ര നല്ല ഒരു നിർവചനം! കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം. ബുദ്ധിമാന്മാരായ ആളുകൾക്ക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. നഗ്ന നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത നക്ഷത്രങ്ങൾ അവർ കണ്ടു എന്ന് വന്നേക്കാം. ശൂന്യാകാശത്തിൽ പോയി വരും. അങ്ങനെ അനേകം കാര്യങ്ങൾ. എന്നാൽ ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ പോലും തൻ്റെ തന്നെ മിടുക്കുകൊണ്ട് ദൈവത്തോട് സമാധാനമായിരിക്കുന്ന അനുഭവം കണ്ടുപിടിക്കുന്നതിൽ പരാജയപ്പെടും. ബുദ്ധിമാനായിരിക്കുന്നതും ജ്ഞാനിയായിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എവിടെയാണ് ജ്ഞാനം കണ്ടെത്തുവാൻ കഴിയുന്നതെന്ന് നമ്മെ കാണിക്കുന്നത് ദൈവം മാത്രമാണ്. കാരണം അവനാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. യഥാർത്ഥ ജ്ഞാനമെന്നാൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് ജീവിതത്തിന്മേൽ ഉണ്ടായിരിക്കുന്നതാണ്. സൃഷ്ടാവെന്ന നിലയിൽ തൻ്റെ സൃഷ്ടിക്ക് ഏറ്റവും നല്ലതെന്തെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ദൈവത്തിൻ്റെ ജ്ഞാനം അന്വേഷിക്കാതെ അറിവ് വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് നിഷ്ഫലമാകുന്നു. കാരണം ഈ ലോകത്തിനുള്ള വലിയ ഉദ്ദേശത്തെ ദൈവം മാത്രമാണ് കാണുന്നത്. അതുകൊണ്ടാണ് ലോകപ്രകാരം വലിയ ബുദ്ധിമാന്മാർ സ്വന്തം ജീവിതത്തിലാകെ പരാജയപ്പെട്ട് തകർന്നിരിക്കുന്ന കാഴ്ച സർവ്വസാധാരണയായി നാം കാണുന്നത്. എത്രയെത്ര ആത്മഹത്യകൾ, തകർന്ന ബന്ധങ്ങൾ, മറ്റുള്ളവർക്ക് ഉപദ്രവമായി ജീവിക്കുന്ന ജീവിതം. വളരെയേറെ പഠിപ്പും പത്രാസും ഉള്ളവരല്ലേ അഴിമതി വീരന്മാരായി ഇന്ന് ലോകത്തിൽ അധികവും കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അറിവിനെക്കുറിച്ചല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. 13 വാക്യത്തിൽ ഇയ്യോബ് പറഞ്ഞത് ജീവനുള്ളവരുടെ ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല എന്നത്രേ. ദൈവവചനത്തിന്റെ പ്രാധാന്യം മനസ്സിലാകാത്തവർ ഇവിടെ ഭൂമിയിൽ ജ്ഞാനം അന്വേഷിക്കുന്നത് സ്വാഭാവികമാണ്. അവർ തത്വജ്ഞാനികളെയും മനഃശാസ്ത്രജ്ഞന്മാരെയും ആശ്രയിച്ച് ജീവിക്കുവാനുള്ള ആലോചന തേടും. എന്നിട്ടും ഇയ്യോബ് പറയുന്നത് ജ്ഞാനം അവിടെ കാണുന്നില്ല എന്നത്രേ. നാം ജീവന്റെ നായകനെ അറിയുകയും അവനെ ആശ്രയിക്കുകയും വേണം.
അങ്ങനെ മാത്രമേ ജീവിതം ആസ്വദിക്കുവാൻ കഴിയൂ. ലോകപ്രകാരം അധികമൊന്നും ഇല്ലെന്നുള്ള യാഥാർത്ഥ്യം ഇരിക്കെ തന്നെ സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബങ്ങളെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിരിക്കാം. ദൈവം മനുഷ്യന് സന്തോഷവും സമാധാനവും നൽകുന്നത് ഭൗതിക വസ്തുക്കളുടെ സമൃദ്ധിയിലല്ല. ഒരു ജ്ഞാനി ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്നവനാണ്. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അങ്ങനെ ഭക്തിയുള്ള, അങ്ങനെ ജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ദൈവോദ്ദേശം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒരു യഥാർത്ഥ ജ്ഞാനിയാകുന്നു താങ്കൾ എന്ന ഉറപ്പുണ്ടോ? ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുവാൻ, നിങ്ങളുടെ കഷ്ടങ്ങളിൽ നിങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.